അജ്മീറിലൊക്കെ പോയി നമ്മൾ ആ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും തന്നെ അവരിങ്ങനെ തുടങ്ങും, പൈസ ഇടാലോ പൈസ ഇടാലോ പൈസ ഇടാലോ എന്ന് പറയും. ആദ്യം അതാണ് അവർ ചോദിക്കുക, അനുഗ്രഹമൊക്കെ പിന്നീടാ. കാശിയിൽ എന്ന് വെച്ചാൽ ഏജൻസ് ആണ് ഇത് ചെയ്യുന്നത്. അവർക്ക് പൈസ കൊടുത്ത് അവർ വിറകിന് പൈസ കെട്ടിക്കഴിഞ്ഞ് കർമ്മങ്ങൾക്ക് പൈസ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ പല പണ്ഡിതന്മാർ ഇവിടെ മൈക്ക് കെട്ടി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അവിടെ അങ്ങനെയാണ് ഇതിങ്ങനെയാണെന്ന്. അങ്ങനെയൊന്നും ആയിരിക്കില്ല. അതിൻ്റെയൊക്കെ ഒറിജിനൽ ഫോമിലേക്ക് അവിടെ എത്തുന്ന അതിൻ്റെ ട്രാൻസ്ലേഷൻസും അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻസും ഒക്കെ ആണല്ലോ നമ്മളൊക്കെ എത്ര തലമുറ കഴിഞ്ഞിട്ടാണ് നമ്മളൊക്കെ ഇത് കേൾക്കുന്നത്. അജ്മീറിലാണെങ്കിലും ഇപ്പോൾ ഇന്നലെ ഞാനൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അജ്മീറിൽ പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരുവിധപ്പെട്ട എല്ലാ ഉഡായിപ്പുകളും വന്ന് അടിയുന്ന സ്ഥലമാണ് കാശി. കാശിയും അജ്മീറും ഒക്കെ തന്നെ. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ഏരിയ കൂടി ഇതിനില്ല. അതായത് ഈ റിലീജിയസ് സാധനങ്ങളെ സ്പിരിച്വൽ ആണെന്ന് പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുന്ന ഒരു ഏരിയ കൂടി. ഏറ്റവും ലോ കോസ്റ്റിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ആത്മീയ വ്യാപാരം. അത് എന്താ പറയുക, അജ്മീറിലൊക്കെ പോയി നമ്മൾ ആ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും തന്നെ അവരിങ്ങനെ തുടങ്ങും, പൈസ ഇടാലോ പൈസ ഇടാലോ പൈസ ഇടാലോ എന്ന് പറയും. ആദ്യം അതാണ് അവർ ചോദിക്കുക, അനുഗ്രഹമൊക്കെ പിന്നീടാ. അപ്പോൾ പൈസ കൊടുത്തില്ലെങ്കിൽ പറയും, എന്ത് മനുഷ്യനാണോ താൻ ഇവിടെ വന്നിട്ട് പൈസ ഇടാതെ പോവാണ്. അത് അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയം ശരിക്കും പേടി തോന്നും, അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കാണുന്നത്. ഇതേ സാധനം തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും. പിന്നെ ഈ ഹരിദ്വാറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പണ്ടാസ് എന്നൊരു വിഭാഗമുണ്ട്. അവർ വന്നിട്ട് ചെണ്ടുമല്ലി മാല നമ്മൾ കഴുത്തിലിടും. അപ്പോൾ നമ്മൾ ഇതെന്താ നമ്മൾ സ്വീകരിക്കുകയാണോ, അയ്യോ വേണ്ടായിരുന്നു എന്നോ പൈസ എന്ന് പറയാം. അങ്ങനെയൊക്കെ നടക്കുന്ന എന്തൊക്കെ. ഈ അവിടെ ഗോദാനം എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്, പശുക്കളെ ദാനം ചെയ്യുക. അപ്പോൾ അവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ പിതൃ തർപ്പണം കഴിഞ്ഞ ശേഷം ഒരു പശുവിനെ ദാനം ചെയ്യുക, ഒരു ബ്രാഹ്മണന് ദാനം ചെയ്താൽ ഈ ആൾക്ക് അപ്പം തന്നെ സ്വർഗത്തിലേക്ക് പോകാം എന്നാണ് അതിൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു പശു ഉണ്ടാവും. ആ പശു ഈ ബ്രോക്കറെ കയ്യിലുണ്ടാവും ഒരു പശു. ഈ ബ്രാഹ്മണനും അയാളെ കെയർ ഓഫ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇയാൾ ഈ പൈസ കൊടുത്ത് ഈ പശുവിനെ വാങ്ങും. എന്നിട്ട് ഇയാൾ ഈ കയറ് പിടിച്ചിട്ട് ബ്രാഹ്മണന് കൊടുക്കും. അപ്പോൾ അയാൾക്ക് മോക്ഷം കിട്ടി. തിരിച്ചു പോകുമ്പോൾ ഈ പശുവിനെ ഇയാൾക്കെന്നെ കൊടുത്ത് ആ ഒരു പശു വെച്ചിട്ട് 10,000-15,000 ആൾക്കാർ സ്വർഗത്തിൽ. അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ വിസ്മയം പൂണ്ട് നിന്നിട്ടുണ്ട്. ഇതൊക്കെ എല്ലാ മതത്തിലും നടക്കുന്ന ഒരു മതം എന്നില്ല കേട്ടോ. വാർദ്ധക്യത്തിൻ്റെ ശേഷം എന്ത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മരണം എന്ന് പറയുന്നത് ഒരു അപ്രിയ സത്യമാണെന്ന് പറയും. അപ്പം കാശിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും എന്താ പറയുക, പ്രത്യേകിച്ച് അങ്ങനെ സ്പിരിച്വലായിട്ടൊന്നും ചിന്തിക്കാത്ത അല്ലെങ്കിൽ കൂടുതലൊന്നും ചിന്തിക്കാത്ത ആൾക്കാർക്ക് പോലും അവിടെ നിന്ന് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പാഠം ഇതായിരിക്കും. അങ്ങനെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് 50-60 തവണ കാശിയിൽ പോയിട്ടുള്ള ഒരാളാണെന്നുള്ള നിലയ്ക്ക് കാശി തരുന്നൊരു സ്പിരിച്വൽ എലമെൻ്റ് എന്തായിരിക്കും? എനിക്കൊരു സ്പിരിച്വാലിറ്റിയും കാശിയിൽ വെച്ചിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അതാണ് എൻ്റെ വാസ്തവം. ഒരു ടെറിബിൾ ബ്യൂട്ടി, ആ ടേമാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ്. ടെറിബിൾ ബ്യൂട്ടി എന്നാണ് കാശി. പേടിപ്പെടുത്തുന്ന സൗന്ദര്യം. അല്ലാതെ നമ്മൾ അവിടെ ചെന്നിട്ട് ഇപ്പം താജ്മഹലൊക്കെ കണ്ട് വിസ്മയിക്കുന്ന പോലെ നമുക്ക് വിസ്മയിക്കാനൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ എന്താ റബ്ബേ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ നോക്കിയിരിക്കും. ആൾക്കാരെ കൊണ്ടിടുകയാണ്, വിറകുകൊള്ളി പോലെ എടുത്തിങ്ങോട്ട് എറിയുകയാണ് ചിതയിലേക്ക്. അപ്പം ഇങ്ങനെ ആലോചിക്കും, ഓഫ് എന്തായാലും ഒരു മനുഷ്യൻ്റെ അവസ്ഥ അത്രയേ ഉള്ളൂ. കാരണം ഒരു 10 മിനിറ്റ് നമ്മളവിടെ കാത്തിരുന്നാൽ ഒരു മനുഷ്യൻ അവിടെ ഇല്ലാതായി കരിഞ്ഞ് അയാൾ ചാരമായി മാറുകയാണ്. അതോടുകൂടി അയാൾ ഈ ലോകത്തുണ്ടാക്കിയിട്ടുള്ള സകലമാന ബന്ധങ്ങളും അയാളുടെ ഫൈറ്റുകൾ, അയാളുടെ പിണക്കങ്ങൾ, ഇണക്കങ്ങൾ, പ്രണയങ്ങൾ, കാമം എല്ലാം അവിടെ തീർന്ന് പിന്നെ അയാളില്ല. അയാളെന്ന് പറഞ്ഞൊരു ജീവിതം ഇനിയില്ല. അപ്പോൾ ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെങ്ങനെ നോക്കി അവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ റിയലൈസേഷൻ തോന്നും. ആൻഡ് ജസ്റ്റ് ബോഡി എന്നുള്ള സാധനങ്ങളൊക്കെ ബോഡി. അപ്പോൾ ഞാൻ ഈ റീലിൽ ഇങ്ങനെ ബോഡി വലിച്ചെറിയുന്നത് കണ്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലാത്തത് നിങ്ങൾക്ക് എവിടുന്ന ഇതൊക്കെ കിട്ടണമെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ രാജമൗലിനെ കൊണ്ട് വന്നിട്ട് സെറ്റ് ഇടിച്ച് ചെയ്തതാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ അങ്ങനെയാണ്. കാരണം അവിടെ നമ്മളിവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ബന്ധുക്കളും അവരൊക്കെ ആയിരിക്കും കർമ്മം ചെയ്യുക. അവരുടെ പ്രിയപ്പെട്ട ആളാണ് അത്. അപ്പോൾ അവരാണ് അതിനെ ലോലമായ രീതിയിലാണ് കൈകാര്യം ചെയ്യുക. കാശിയിൽ എന്ന് വെച്ചാൽ ഏജൻസ് ആണ് ഇത് ചെയ്യുന്നത്. അവർക്ക് പൈസ കൊടുത്ത് അവർ വിറകിന് പൈസ കെട്ടിക്കഴിഞ്ഞ് കർമ്മങ്ങൾക്ക് പൈസ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അവർക്കിതെന്താ ഒരു ദിവസം വരുന്ന 300-ാമത്തെ 400-ാമത്തെ ബോഡിയാണത്. അവർ എടുക്കുന്നു, ഇടുന്നു, കത്തുന്നു, പോകുന്നു. പകുതി കത്തി കഴിയുമ്പോഴേക്കും അവർ ഗംഗയിലേക്ക് എടുത്തിട്ട് ചെയ്യും. ഇതാണ് അവിടുത്തെ ഫുള്ളായിട്ട് കത്താൻ അവർക്ക് വെയിറ്റ്. കാരണം ഇതൊരു ബിസിനസ്സാണ് മാൻ. കാരണം ഇത് കത്തി കഴിയുമ്പോഴേക്കും അടുത്ത ആൾ അവിടെ ലേലം വിളിച്ചെടുക്കും ബോഡി. അപ്പോൾ ആ പൈസ നഷ്ടമാവുമല്ലോ. അപ്പോൾ ഇവരെന്താ വെച്ചാൽ എസ്പെഷ്യലി ഒരു മനുഷ്യൻ്റെ ഈ ഇടുപ്പല്ലില്ലേ, ഇത് കത്തിത്തീരാൻ ഭയങ്കര പ്രയാസമാണ്. അത് ലാസ്റ്റാണ് കത്തിത്തീരുക. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അതെടുത്തിട്ട്
വേഗം പുഴയിലേക്ക് അങ്ങ് എറിയുക. അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ടാവും, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിലേക്ക് അവരത് ഇടുക ചെയ്യുക. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ആ സാധനം ഗംഗയുടെ മടിത്തട്ടിൽ എത്ര കാലം ഉണ്ടാവുമോ അത്രയും കാലം അവർക്ക് പുണ്യം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും എന്നാണ് അവരുടെ ഒരു വേർഷൻ. പക്ഷെ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഇങ്ങനെയും ചിന്തിക്കാം, പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ട്. ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഗംഗ തുടങ്ങുന്ന സ്ഥലം കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് തുടങ്ങുന്ന ഗംഗയിൽ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാം, കുടിക്കാം. ഓക്കെ, ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടൊരു വാട്ടറാണ്. ഓക്കെ, ഇതേ ഗംഗ നമുക്ക് കാശിയിൽ എത്തുന്ന സമയത്ത് ഒരു കൊഴുത്ത ദ്രാവകം പോലെയാണ് ഒഴുകുന്നത്. അത് കാണുന്ന സമയം അതിന് എങ്ങനെ ആൾക്കാർ കുളിക്കാന്നൊക്കെ എങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഗംഗയ്ക്ക് സ്വയം പ്യൂരിഫൈ ചെയ്യാനുള്ള കഴിവുണ്ട്. എന്തൊക്കെ പ്യൂരിഫൈ ചെയ്താലും ആ പ്രത്യക്ഷത്തെ കാണുന്നൊരു ഇതുണ്ടല്ലോ. അപ്പോൾ മനുഷ്യൻ്റെ പാപഭാരങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് ഗംഗ സ്വയം മലിനമാകുക എന്ന് പറയില്ലേ, അതാണ് അവിടെ. ആരൊരു മെറ്റഫർ പോലെ പറഞ്ഞാണ് ഈ ഇങ്ങനെ ഗംഗ മലിനമായതുപോലെ റിലീജിയൻ സാധനങ്ങളും ഇങ്ങനെ മലിനമായതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മെറ്റഫർ പോലെ ആണ്. കാരണം അതിൻ്റെ ഒറിജിനിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ വിവക്ഷകളൊന്നും ആയിരിക്കില്ല. നമ്മളിപ്പോൾ പല പണ്ഡിതന്മാർ ഇവിടെ മൈക്ക് കേട്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അവിടെ അങ്ങനെയാണ് ഇതിങ്ങനെയാണെന്ന്. അങ്ങനെയൊന്നും ആയിരിക്കില്ല. അതിൻ്റെയൊക്കെ ഒറിജിനൽ ഫോമിലേക്ക് അവിടെ എത്തുന്ന അതിൻ്റെ ട്രാൻസ്ലേഷൻസും അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻസും ഒക്കെ ആണല്ലോ. നമ്മളൊക്കെ എത്ര തലമുറ കഴിഞ്ഞിട്ടാണ് നമ്മളൊക്കെ ഇത് കേൾക്കുന്നത്. അപ്പോൾ എന്തൊക്കെ മീൻസ് നമ്മളൊരു ഗെയിം കളിക്കാറുണ്ടല്ലോ, ഒരാൾക്കൊരു മെസ്സേജ് പറഞ്ഞു കൊടുക്കും, അയാൾ അടുത്താക്ക് പറയും, അയാൾ അങ്ങനെ ഫൈനലിൽ എത്തുന്ന സമയത്ത് ഈ പറഞ്ഞൊന്നായിരിക്കില്ല, ഒരു ബന്ധമില്ല. അതുപോലെ തന്നെ കൂട്ടിയാൽ മതി. എത്ര തലമുറകൾ കഴിഞ്ഞിട്ടുള്ള ജ്ഞാനമാണ് നമ്മുടെ കയ്യിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. അത് ആരൊക്കെ എന്തൊക്കെ തരത്തിൽ അവർ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ടാവും, എന്തൊക്കെ അതിൻ്റെ എസൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എന്തൊക്കെ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അതാണ് പ്യുവർ ഫോം. ഗംഗ പോലെ തന്നെ ഉറവിടത്തിൽ ഭയങ്കര ശുദ്ധമായിരിക്കും. അതിങ്ങനെ ഒഴുകി ഒഴുകി എത്തുമ്പോഴേക്കും എല്ലാ മാലിന്യങ്ങളും കൂടി കലർന്ന് അതിങ്ങനെ ആ വെള്ളം തന്നെയാണോ അപ്പം ഡെഡ് ബോഡിക്ക് വേണ്ടി? ലാസ്റ്റ് ആയിട്ട് അവര് ബോഡി ഇങ്ങനെ ഗംഗയിൽ മുക്കിയെടുക്കണം 3 പ്രാവശ്യം. അത് ഈ കൊഴുത്ത ദ്രാവകത്തിൽ തന്നെ മുക്കിയെടുക്കുക. അതിനുശേഷമാണ് ഡോം രാജ വരുന്നത്. ഡോം രാജയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിലും പറയുന്നത്. ഡോം രാജയെ കുറിച്ച് പറഞ്ഞിട്ട് വലിയ വിവാദമായി, നരേന്ദ്രമോദി ആയിട്ട് അയാൾക്ക് ബന്ധമുണ്ട്. അത് റിയലാണ്. അതായത് ഈ ഡോം രാജ, ഞാൻ എല്ലാ ഇന്റർവ്യൂവിൽ പറയുമ്പോൾ റിപ്പീറ്റേറ്റീവ് ആവുമെന്ന് അറിയില്ല. ഡോം രാജയും ഇവിടുത്തെ നമ്മുടെ കേരളത്തിലുള്ള പിന്നെ തെയ്യം കെട്ടുന്ന മനുഷ്യന്മാർക്കൊക്കെ ഒരു കോമണാലിറ്റി ഉണ്ട്. തെറ കെട്ടുന്ന മനുഷ്യന്മാർ ഒരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ പെട്ട ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ തെറ കെട്ടുന്നത് ഞാൻ കണ്ടു, നമ്മുടെ വീടിൻ്റെ അടുത്ത് ചെയ്യുന്നുണ്ട്. അവർ മൂത്തോറൻ ഒരു എന്താ പറയുക, ഒരു ലോ കാസ്റ്റുള്ള ആളാണ്. അയാൾ ഈ കക്കൂസിൻ്റെ ഇത് കുഴി ഇത് ആക്കാനും ഇതിനൊക്കെയാണ് ആൾക്കാർ വിളിക്കുക. പക്ഷെ തെറ കെട്ടുന്ന ആ ഒരു മൊമെൻറ്റിൽ അദ്ദേഹം ദൈവമാണ്. അയാൾക്ക് അനുഗ്രഹിക്കാം. അയാളുടെ ഇതിന് വേണ്ടിയിട്ട് വായിന്ന് വരുന്ന വാക്കുകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരിങ്ങനെ കാതോർത്തിരിക്കും. പക്ഷേ കോലം അഴിച്ച് വേഷം അഴിച്ച് അയാൾ ദൈവം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ വീണ്ടും മൂത്തോറനാണ്. അയാൾ ആർക്കും വേണ്ട, അയാൾ അവിടെ കിടക്കും. അതേ സാധനം തന്നെ അവിടെ നേരെ തിരിച്ചു വെച്ചാൽ ഡോം രാജ രാജാവാണ്, കാശിയുടെ അധിപനാണ് ഡോം രാജ. പക്ഷേ ആ രാജാവ് ലോ കാസ്റ്റാണ്. ആ രാജാവിനെ തൊട്ടാൽ പ്രജകൾ കുളിക്കണം, അയിത്താണ്. അയാൾ നടക്കുന്ന വഴിയിലൂടെ നടക്കാൻ പറ്റില്ല, അവർ നടക്കൂല. പിന്നെ ആ ഡോം കമ്മ്യൂണിറ്റി ആൾക്കാർ പോകുന്ന കുളത്തിൽ അവർ കുളിക്കില്ല, പൈപ്പിൽ നിന്ന് അവർ കുടിക്കില്ല, ഒക്കെ ജാതി പ്രശ്നമാണ് അവിടെ. പക്ഷേ ആ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ ഡോം രാജ വരണം. ഡോം രാജയോ അയാളുടെ സന്തതി പരമ്പരകളിൽപ്പെട്ട ആരെങ്കിലും വന്നിട്ട് ആദ്യത്തെ 5 കൊള്ളിങ്ങനെ എടുത്ത് വെച്ച് കൊടുത്താൽ മാത്രമേ മോക്ഷം കിട്ടൂ. അപ്പോൾ ആ മരിച്ചതിന് ശേഷം മാത്രമാണ് ഇദ്ദേഹത്തിന് വാല്യൂ ഉള്ളത്. ജീവിച്ചിരിക്കുന്ന സമയത്ത് ആർക്കും ഇയാളെ വേണ്ട.